TCGA ഈ നിമിഷം അതുപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സ്, കേരളത്തിലെ എല്ലാ ലീഡേഴ്സിനെയും, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് എത്തിച്ചേർന്ന എല്ലാ ലീഡേഴ്സിനെയും ഈ നിമിഷം ഓർക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ RCMലേക്ക് കൊണ്ടുവന്ന റെജിമോൻ അങ്കിളിനെ ഈ സമയത്ത് നന്ദിപൂർവ്വം ഓർക്കുന്നു. അപ്പം ഇന്ന് നമ്മുടെ ഒരു സെഷൻ എന്ന് പറയുന്നത് ഓണത്തിന്റെ തലേദിവസം ഉള്ള ഒരു ക്ലാസ് ആണല്ലേ. അപ്പം ഓണത്തിനും കൂടെ വേണ്ടിയുള്ള ഒരു ആർജവം ഇതിൽ നിന്നുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം എല്ലാവർക്കും തന്നെ ആദ്യം ഒരു ഓണാശംസ നേരുന്നു. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആ ക്ലാസ്സിന്റെ എല്ലാരും കണ്ടു കാണും, സെൽഫ് ലവ് ബിൽഡ്സ് സെൽഫ് കോൺഫിഡൻസ്. അതായത് സെൽഫ് ലവ്, നമ്മൾ ഇതുവരെ സ്നേഹം എന്ന് പറയുമ്പം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, അല്ലെ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. എന്നാൽ സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, സ്വയം നമ്മളെ സ്നേഹിക്കണം എന്നുള്ളതും അത് എങ്ങനെ നമ്മുടെ ആത്മവിശ്വാസത്തിലേക്ക് നയിക്കും, അത് ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും. ഇപ്പം നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും RCMൽ മാത്രം നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ല. RCMലൂടെ നമുക്കത് നേടാന് ഇത്തിരിയും കൂടി എളുപ്പമാണ്, അല്ലെ. RCMൽ ഇത്രയും സാഹചര്യങ്ങൾ നിൽക്കുമ്പം നമുക്കത് ഇത്രയും കൂടി എളുപ്പമാണ് RCMൽ കൂടെ നേടാൻ. അപ്പം ഇത് ജീവിതത്തിലെ എല്ലാ സാഹചര്യത്തിലും, അല്ലെ, നമ്മുടെ വീട്ടിലായിക്കോട്ടെ, നമ്മുടെ അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അമ്മയച്ഛനും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ അങ്ങനെ, കുട്ടികള്, അങ്ങനെ എല്ലാവരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് സെൽഫ് ലവ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. അപ്പൊ ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പം എന്താ സംഭവം, അല്ലെ, നമ്മളെങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നത് എന്നുള്ളതായിരിക്കും എല്ലാവർക്കും ഇപ്പൊ തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ടോ, അതോ നിങ്ങൾക്ക് നിങ്ങളോട് സെൽഫ് ഹെയ്റ്റ് ആണോ? ഹെയ്റ്റ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് നമ്മളോട് തന്നെ ഒരു വിരോധവും വെറുപ്പും ഒക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് പറയാം. അത് എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കണം. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ സമ്മതിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ട്, സെൽഫ് ലവ് ഉണ്ട്, നിങ്ങൾ എല്ലാവരും അടിപൊളിയാണ്. അപ്പം ഞാൻ ഈ സെൽഫ് ലവിനെ കുറിച്ച് പറയുമ്പം എല്ലാവരും ഓർക്കരുത് എനിക്കിത് ഇഷ്ടംപോലെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം തികഞ്ഞിരിക്കുകയാണ് എന്നൊന്നും വിചാരിക്കരുത്. കാരണം ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതിൽ നിന്നൊരു മാറ്റാനൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടാൻ കഴിയും, അല്ലെ. അപ്പൊ ആദ്യം തന്നെ ഈ സെൽഫ് ലവും സെൽഫ് ഹെയ്റ്റ്, ഇത് ഏതാണ് നിങ്ങൾക്കുള്ളതെന്ന് ഞാനൊന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞു തരാവേ. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, ഏറ്റവും നല്ല അതാണ് കേട്ടോ, ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുകയോ ഇരിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തു. കണ്ണാടി വേണം, കണ്ണാടിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുക. എന്നിട്ട് നിങ്ങളെ കുറിച്ച് തന്നെ, നിങ്ങളുടെ പോസിറ്റീവ്സ്, നിങ്ങളുടെ നന്മകള് എടുത്തു പറയാം. അതായത് നിങ്ങളുടെ സ്വഭാവത്തെ കുറിച്ചാകാം, നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാകാം, ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിനെ കുറിച്ചോ നിങ്ങളുടെ ചിരിയെ കുറിച്ചോ വരെ നിങ്ങൾക്ക് സംസാരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഒരു 5 നല്ല കാര്യങ്ങൾ പെട്ടെന്ന് പടപടയെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ട്. അതില്ല, നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കേണ്ടി വരുക. എന്നെ കുറിച്ച് ഞാനിപ്പോ എന്ത് പറയാനാ, എന്നെ കുറിച്ച് നല്ലത് വല്ലതും ഉണ്ടോ? ഇനി ഞാൻ അമ്മയോട് ചോദിച്ചാലോ? വേണ്ട, അമ്മ എപ്പോഴും എന്നെ വഴക്ക് പറയുന്ന, അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ലവ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയില്ല. നമുക്ക് നമ്മളെ അറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ലോകത്തെ അറിയാൻ ശ്രമിച്ചിട്ടോ നമ്മുടെ കൂടെ ഉള്ളവരെ അറിയാൻ ശ്രമിച്ചിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പം ആദ്യം വേണ്ടത് നമ്മളെ കുറിച്ചുള്ള അറിവാണ്, അല്ലെ. എന്നാലേ നമുക്ക് ഒരു കാര്യത്തെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ. നമ്മൾ ഒരു കാര്യത്തെ സ്നേഹിക്കണമെങ്കിൽ, ഒരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ എന്താ, ആ ആളെ കുറിച്ചുള്ള മൊത്തം കാര്യങ്ങൾ നമ്മൾ പഠിക്കും, അല്ലെ. ആ ആൾ എന്ത് ചെയ്യുന്നു, ആളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഇഷ്ടക്കേടുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കഴിവുകളുണ്ട്, എന്തൊക്കെയാണ് കുറവുകൾ, എല്ലാം നമ്മൾ നോക്കും. ഇത് നമ്മുടെ കാര്യത്തിലും ബാധകമല്ലേ? നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളെ കുറിച്ച് നമുക്ക് എത്ര പേർക്ക്, അല്ലെ. ഇപ്പം എനിക്കൊക്കെ പ്രായം ഒരു 20-22 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം എന്റെ ഈ സമയം കൊണ്ട് ഞാൻ എന്നെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും അറിയത്തില്ല, എന്താ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഞാൻ എന്താണെന്നുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇത്രയും പ്രായമായി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്താണ് എന്റെ ഇഷ്ടങ്ങള്, എന്താണ് എന്റെ കഴിവുകള്, എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ എന്നെ കുറിച്ച് നല്ലത് എന്തൊക്കെയുണ്ട്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെ. അപ്പൊ ആദ്യം തന്നെ ഈ സെൽഫ് അവയർനെസ് വേണം, അല്ലെ. നമ്മളെ കുറിച്ച് എന്തൊക്കെയാണ് എന്റെ കുറ്റങ്ങള്, എന്റെ കുറവുകള്, അല്ലെങ്കിൽ എന്റെ നന്മകൾ എന്തൊക്കെയാണ്, എല്ലാം അറിയണം. എല്ലാം അറിഞ്ഞാൽ മാത്രം മതിയോ? എല്ലാം അറിഞ്ഞിട്ട് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം.
അല്ല, അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അതിനെ അംഗീകരിക്കണം. ഞാൻ ഇങ്ങനെയാണ് അല്ലെ, എനിക്ക് ഇപ്പം എന്റെ മൂക്ക് ഇങ്ങനാണെങ്കിൽ എന്റെ മൂക്ക് ഇങ്ങനാണ്, അത് എനിക്ക് മാറ്റാൻ പറ്റില്ല. അത് മോശമാണെന്ന് ചോദിച്ചാൽ അല്ല, ഒരിക്കലും മോശമല്ല. നമ്മുടെ അമ്മയുടെ അച്ഛന്റെയും എല്ലാ കഴിവുകളും അല്ലെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തും കാണും. അത് ഏറ്റവും നല്ല കാര്യമല്ലേ, അതിലോർത്ത് നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അതിന് പകരം എന്റെ മൂക്ക് ഇങ്ങനാണ്, എന്റെ കൂടെ ഉള്ള ആളുടെ തലമുടി കണ്ടോ, ആ ആൾക്ക് ഇത്ര ഉണ്ട്, എനിക്ക് ഇത്ര ഉള്ളൂ, നിങ്ങൾക്ക് എന്തേ കിട്ടത്തുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ അച്ഛന്റെയാണ് കിട്ടുന്നത്, അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് അല്ലെ. അപ്പം അതോർത്ത് നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അതിന് പകരം നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്ന എന്താണ്, നമ്മൾ ഓരോ സിനിമാ നടന്മാരെയും സിനിമാ നടിമാരെയും അല്ലെ, സോഷ്യൽ മീഡിയ. ഇപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ. നിങ്ങൾക്ക് നിങ്ങളെ സ്വാധീനിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ നിങ്ങൾ കാണുന്ന വീഡിയോകളും നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ ടി വിയിൽ കാണുന്ന പരസ്യങ്ങളും ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്വാധീനിക്കുന്നത്. നിങ്ങളുടെ കയ്യിലല്ല നിങ്ങളുടെ നൂല് ഇരിക്കുന്നത് അല്ലെ. ഒരു പട്ടം പറപ്പിക്കുമ്പോൾ ആ നൂല് വിശ്വാസമുള്ള ഒരു കൈകളിൽ ഇരുന്നാലേ അത് നല്ല രീതിയിൽ പറക്കാനും കാറ്റ് വരുമ്പോൾ അതിനനുസരിച്ച് മാറ്റാനും എല്ലാം സാധിക്കത്തുള്ളൂ. അതുപോലെ നിങ്ങളുടെ കയ്യിൽ തന്നെ ആണോ നിങ്ങളുടെ പട്ടത്തിന്റെ നൂല് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ. അപ്പം അതിനാണ് പറഞ്ഞത്, നമുക്ക് നമ്മളെ തന്നെ കുറിച്ചുള്ള അറിവ് വേണം അല്ലെ. അപ്പം നമുക്ക് എന്തൊക്കെ അറിവാണ് വേണ്ടത്? ഒന്ന്, നമുക്ക് എന്തെങ്കിലും കുറ്റങ്ങൾ, കാരണം കുറ്റങ്ങളില്ലാത്ത മനുഷ്യരില്ല, അങ്ങനെ അല്ലാത്തവരെ നമുക്ക് മനുഷ്യന്ന് വിളിക്കാൻ പറ്റില്ല അല്ലെ. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും എന്താ പോരായ്മകളോ എല്ലാം കാണുമായിരിക്കും. പക്ഷെ അതിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ എന്താണ്, നമുക്ക് നന്മകളും കാണും. അപ്പൊ ഈ നന്മകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ കുട്ടികളെ, കൊച്ചു കുട്ടികളെ മുതൽ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളായിരുന്നപ്പോ മുതൽ എന്താ, ഈ ട്യൂഷന് വിടുന്ന ഒരു പരിപാടിയുണ്ട്. ട്യൂഷൻ വിടുന്ന എന്തിനാ? ട്യൂഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന സബ്ജക്റ്റിന് വേണ്ടിയിട്ടാണോ അതോ അറിയാത്ത സബ്ജക്റ്റിന് വേണ്ടിയിട്ടാണോ നമ്മൾ പോകുന്നത്? നമുക്ക് അറിയാത്ത അല്ലെ, ഇച്ചിരി പുറകോട്ട് നിൽക്കുന്നത്. ഇപ്പം എനിക്കൊക്കെ കണക്കായിരുന്നു ഇച്ചിരി പാടുള്ളത്. അപ്പൊ ഞാനൊക്കെ ട്യൂഷന് പോയിരിക്കുന്നത് കണക്കിന്. അതായത് നമുക്ക് അറിയാത്ത ഒരു കാര്യത്തിനെ കുറിച്ച്, നമുക്ക് വലിയ പിടുത്തമില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നു. എന്നാല് നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പോരായ്മകളെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ടോ ആ കഴിവിനെ വളർത്താൻ എന്തൊക്കെ ചെയ്യാമോ അതാണ് ചെയ്യേണ്ടത് അല്ലെ. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം തന്നെ എടുത്താല്, മമ്മൂട്ടി എന്ന നടൻ. ഈ നടൻ സിനിമയിൽ വന്നപ്പോ മുതല് സിനിമയിലുള്ള ആൾക്കാർ പറയാണ്, ഇദ്ദേഹത്തിന് ഡാൻസ് എന്ന് പറയുന്ന ഒരു രക്ഷയില്ല, കളിക്കാൻ അറിയില്ല എന്ന് വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ മനുഷ്യൻ ഇരുന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇന്ന് ഇത്രയും വയസ്സായിട്ട്, ഈയിടെ ആയിരുന്നല്ലേ മമ്മൂട്ടിയുടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു, അപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, ഓ എന്ത് സുന്ദരനായിട്ടായിരിക്കുന്നേ ഈ പ്രായത്തിലും അല്ലേ എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ആ മനുഷ്യൻ ഇരുന്ന് ഡാൻസ് കളിക്കുക ഒന്നും ചെയ്യുന്നില്ല. പുള്ളി എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? നമ്മൾ ഇത്രയും മനുഷ്യര് പുള്ളിയുടെ എന്താ ഡാൻസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറ്റം പറയുമ്പോഴും പുള്ളി ഫോക്കസ് ചെയ്യുന്നത് പുള്ളി അഭിനയത്തിലും, പുള്ളി എങ്ങനെ ആ മനുഷ്യന്റെ ആരോഗ്യം നോക്കാനും സൗന്ദര്യം നോക്കാനും ഉള്ള കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കോ? ഇല്ല. പിന്നെ നമ്മൾ പറയുന്നത് എന്താ, ആ മനുഷ്യനെ കുറിച്ചുള്ള നന്മകൾ മാത്രമാണ്. ഇതുപോലെ വേണം നമ്മൾ ഓരോരുത്തരും ചെയ്യാൻ. എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ നന്മകളെ എന്ത് ചെയ്യണം? കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ പോരായ്മകളെ എന്താ മറയ്ക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും മുന്നിൽ നിൽക്കുമ്പോ ഈ പോരായ്മകളെ ആരെങ്കിലും കാണുമോ? ആരെങ്കിലും അതിലേക്ക് നോക്കി നിൽക്കുമോ? ഇല്ല. അപ്പൊ അതാണ് നമ്മുടെ സെൽഫ് ലവും കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കണം. പിന്നെ ആദ്യം നമ്മൾ പറഞ്ഞ ആ ടെക്നിക്കിൽ എന്തായിരുന്നു? കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ പറ്റി തന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റുമോ അല്ലെ? അതൊരു ചോദ്യമായിരുന്നു. അപ്പൊ അത് പറ്റിയാലും ഇല്ലെങ്കിലും വിഷമിക്കണ്ട. എന്ത് ചെയ്യണം? ആ കണ്ണാടിയുടെ മുമ്പ് എന്നൊന്ന് സംസാരിക്കാൻ പഠിച്ചാൽ മതി. ഇനി ഒന്ന് ശ്രമിച്ചു നോക്കാമല്ലോ. എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കണം, എനിക്ക് എന്നെ അറിയണം എന്ന് ആഗ്രഹമുള്ളവര്, അങ്ങനെ ആഗ്രഹമില്ലാത്ത ആരുമില്ല. എന്ത് ചെയ്യണം? കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കണം. അപ്പൊ എന്താ, നിങ്ങൾ കാണുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. നിങ്ങളുടെ മുഖം, നിങ്ങളുടെ ശരീരം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തൊക്കെയാണോ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അതെല്ലാം നിങ്ങൾ ഓർക്കണം ആ നിമിഷം അല്ലെ. ഇതാണ് സെൽഫ് ലവിലെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അതായത് സെൽഫ് ലവ് ബിൽഡ് ചെയ്യാനുള്ള വഴികൾ. അപ്പൊ ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും, ഇത് ഈ പ്രായത്തിൽ ഇനി എന്ത് ചെയ്യാനാ അല്ലെ. പ്രായമായവർ ഓർക്കും, എന്തിനാ ഇപ്പം സെൽഫ് ലവ് എന്നൊക്കെ പറയുന്നത്. കൊച്ചു കുട്ടികളാണെങ്കിൽ പിന്നെ അവർക്ക് പറയാം, അവരുടെ വ്യക്തിത്വമൊക്കെ വികാസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയും. പക്ഷെ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് പ്രായത്തിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ലോകം കുറച്ചുകൂടെ മനോഹരമായിട്ട് നിങ്ങൾക്ക് തോന്നും.
ഇപ്പം ഏറ്റവും കൂടുതൽ എന്താ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഈ സ്ത്രീകളാണ് അല്ലെ. സ്ത്രീകൾ ഒരു പ്രായം കഴിഞ്ഞ് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ അവര് ഞാൻ എല്ലാം എന്റേത് മാറ്റി വെക്കുകയാണ്, എനിക്ക് എന്റെ കാര്യങ്ങൾ വേണ്ട, എനിക്ക് കുട്ടികളുടെ കാര്യം ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിലെ ആൾക്കാരുടെ കാര്യം നോക്കാനുണ്ട് എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നവരാണ് കൂടുതലും സ്ത്രീകൾ. പുരുഷന്മാർ മാറ്റി വെക്കുന്നില്ല എന്നല്ല, പക്ഷേ ഇമോഷണലി കുറച്ചുകൂടെ എന്താ സ്റ്റേബിള് അല്ലാത്ത ഒരു അവസ്ഥ വരുന്നത് സ്ത്രീകൾക്കാണ്. അങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കാര്യം മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പോകുന്നത്? അല്ലെ, എനിക്ക് എന്നെക്കാട്ടിലും കൂടുതൽ എനിക്ക് എന്നോട് മാത്രമേ വെറുപ്പൊക്കെ ഉള്ളൂ, ബാക്കിയുള്ളവരോടെല്ലാം എനിക്ക് സ്നേഹ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്താ പച്ചക്കള്ളമാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താ, നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും എന്ന് പറയുന്നത് ശരിയല്ല, അത് നടക്കില്ല. അതെങ്ങനെ നടക്കുന്നത്? സ്വയം നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റണം അല്ലെ. അപ്പൊ ഒന്ന് പറഞ്ഞു, നമുക്ക് നമ്മളെ കുറിച്ച് ഒരു അറിവ് വേണം. പിന്നെ എന്താ, ഈ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഇന്ന് ഒരു 10 മിനിറ്റോ വേണ്ട 5 മിനിറ്റ് സംസാരിച്ചാൽ മതി. നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന എത്ര നിമിഷങ്ങളുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫോണിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോ എന്താ, നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് വേറെ ഏതോ സ്ഥലത്ത് കിടക്കുന്ന ആൾക്കാരുടെ വീഡിയോയും ആവശ്യമില്ലാത്ത സാധനങ്ങളുമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് നമ്മളോട് സംസാരിക്കാനുള്ള സമയമാണ് നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഒറ്റയ്ക്കിരിക്കുമ്പോഴോ ഒറ്റയ്ക്ക് ഒരു ബസ്സിൽ ഒരു യാത്ര ചെയ്യുമ്പോഴോ ചിലപ്പോൾ അപ്പോഴായിരിക്കും എല്ലാവരും ഒന്ന് ഇരുന്ന് ആലോചിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ കൂടുതൽ ചിന്തകൾ വരുന്നത് നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. ഒന്ന് ഓർത്താൽ മതി. കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ കാണും. അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇതേ ഓരോരുത്തരൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഉള്ളതാണ്, നമുക്ക് ആ സമയത്തൊക്കെയാണ് ഇങ്ങനെ ചിന്തകൾ വരുന്നത്. അല്ലാതെ നമ്മളൊന്ന് ഇരിക്കുമ്പോഴല്ലേ ഇതൊക്കെ ചെയ്യണം എന്ന് നമ്മൾ ഓർത്തത് ചെയ്യാൻ പറ്റണം അല്ലെ. ഇങ്ങനെ ഓർത്താൽ മാത്രം പോരല്ലോ. പിന്നെ അടുത്തതാണ്, നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് സംസാരിക്കണം അല്ലെ. നമ്മള് മറ്റുള്ളവരോട് എന്തൊക്കെ സംസാരിക്കുന്നു, ചിലപ്പോ നമ്മൾ തന്നെ ഇരുന്നങ്ങ് മോട്ടിവേഷൻ ആവും, നിങ്ങൾക്കത് പറ്റും, നിന്നെ കൊണ്ട് സാധിക്കും അല്ലെ. നമ്മള് കുട്ടികളോടായാലും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോടായാലും ഇതെല്ലാം പറയും. എന്നിട്ട് നമ്മളോ അവസാനം നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മള് അയ്യോ എല്ലാം പോയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളോട് തന്നെ സംസാരിക്കണം അല്ലെ. ചിലപ്പോ നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടി ഉണ്ടായിരിക്കും, പണ്ടത്തെ നമ്മുടെ കുറെ കഴിവുകളൊക്കെ ഉള്ള ഒരു കുട്ടിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ സംസാരിക്കണം. എന്താണ് ഇപ്പം എന്താ തോന്നുന്നത് അല്ലെ. ഒരു ദിവസം കഴിയുമ്പം ചോദിക്കണം, ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തു, ഇന്ന് എന്താണ് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്തത്. അങ്ങനെ നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാൻ പറ്റണം. അപ്പൊ നമ്മൾ ഓർക്കത്തില്ല എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നോടാരും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് നമ്മൾ സന്തോഷിക്കണം അല്ലെ. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം എന്താ, നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പം നമ്മള് തന്നെയുള്ളു അല്ലെ, വേറെ ആരും നമ്മുടെ കൂടെ ഇല്ല. നമുക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം, നമുക്ക് നമ്മളെ ഇഷ്ടമാണ് അല്ലെ. വേറൊരാളുടെ കൂട്ടുപിടിക്കുന്ന ചിലരെ കണ്ടിട്ടില്ലേ, ചിലർക്ക് പുറത്തു പോകണമെങ്കിൽ ഒരാൾ വേണം, എന്റെ കൂടെ ഒരാൾ വേണം. കൂട്ടുകാരൊക്കെ എങ്ങനെങ്കിലും ഒക്കെ വിളിക്കും അല്ലെ, പ്രായമായാലും അല്ലെങ്കിൽ എന്റെ പ്രായത്തിലുള്ളവരാണെങ്കിൽ എങ്ങനെങ്കിലും വാ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ, വഴി അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കും അല്ലെ. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഭർത്താവിന്റെ സഹായം തേടുന്ന ഭാര്യമാരുണ്ട്, എനിക്ക് അത് ചെയ്യാൻ ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ എല്ലാത്തിനും അഭിപ്രായങ്ങൾ എടുക്കുന്ന. അത് നല്ല കാര്യം കേട്ടോ, അങ്ങനെ എടുക്കരുതെന്നല്ല. പക്ഷേ നമ്മൾ സ്വയമായിട്ട് ഒന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുമ്പം നമ്മളോട് ഇപ്പൊ പാർട്ട്നേഴ്സിനാണെങ്കിലും നമുക്ക് സ്വയം ഒരു അഭിപ്രായം ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ ചുറ്റിനുള്ളവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ തോന്നും അല്ലെ. നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പം വെറും ഒരു സ്ഥലം ഒരു തരിശു ഭൂമി ഇങ്ങനെ കിടക്കുകയാണ്. ആ ഭൂമി കണ്ടിട്ട് അങ്ങോട്ട് ആരെങ്കിലും പോവോ, വെറുതെ പോവോ? ഇല്ല. പക്ഷെ ആ ഭൂമിയിൽ നമ്മൾ കുറച്ച് പൂക്കളും മരങ്ങളും ഒക്കെ വെച്ച് അത് ഏറ്റവും ഭംഗിയാക്കി വെച്ച് കഴിയുമ്പോൾ എന്ത് വരും, ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ കാണാനൊക്കെ വരും. അപ്പം അപ്പോഴായിരിക്കും ഇപ്പം ഓരോ സ്ഥലങ്ങൾ അങ്ങനെയല്ലേ, ഇങ്ങനെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ നല്ലതാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആരെയും വിളിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, ആൾക്കാർ തനിയെ വന്നോളൂ. ഇതാണ് നമ്മുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് അല്ലെ. നമ്മൾ നമ്മളെ ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോക്കസ് ഓൺ യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, ആൾക്കാർ നമ്മുടെ അടുത്തോട്ട് വരും അല്ലെ. നമ്മൾ ഇതുവരെ നമ്മളൊന്ന് ഒരുങ്ങി നടക്കുമ്പോഴത്തേക്ക്, നമ്മൾ നമുക്ക് വേണ്ടി ഒരുങ്ങണം കേട്ടോ, ഒരുങ്ങി നടക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഇതുവരെ നോക്കാത്തവരൊക്കെ ഒന്ന് നോക്കും അല്ലെ. ഇപ്പൊ മക്കളൊക്കെ ആണെങ്കിലും ഇന്ന് കൊള്ളാലോ, ഇന്ന് എന്ത് പറ്റി അമ്മ ഇങ്ങനൊക്കെ ഒരുങ്ങി, അല്ലെങ്കിൽ അച്ഛൻ ഇന്ന് കൊള്ളാലോ, അടിപൊളിയാണല്ലോ. അപ്പൊ നമുക്കൊരു സന്തോഷമാകും അല്ലെ. അതാണ് നമ്മൾ എപ്പോഴും ഒരുങ്ങിയൊക്കെ നടക്കണം എന്ന് പറയുന്നത് അല്ലെ. സൗന്ദര്യം നമ്മൾ ഏത് പ്രായത്തിലാണെങ്കിലും സൗന്ദര്യം ഒന്നും പോയിട്ടില്ല. കാരണം എല്ലാ ആൾക്കാരും യുണീക്കാണ്. നിങ്ങൾ ഒരുങ്ങാൻ ശ്രമിക്കണം, നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, അതിട്ടുകൊണ്ടൊക്കെ ഒന്ന് പുറത്തു പോകണം. ഇപ്പൊ പുറത്തു പോകാനാണോ RCMന്റെ എത്ര മീറ്റിങ്ങുകൾ നമുക്കുണ്ടല്ലേ. ചുമ്മാ ഒന്നും നമുക്ക് ഇനിയും ഒരു കാര്യമില്ലാതെ പുറത്തു പോകാൻ പറ്റത്തില്ല. RCMന്റെ ഓരോ മീറ്റിങ്ങുകൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡ്രസ് ചെയ്ത് വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒരു പ്രൊഫഷണലിനെ പോലെ തന്നെ നമ്മൾ വരണം അല്ലെ. മീറ്റിങ്ങുകളിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ കാണിക്കണം.
അപ്പം നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുമ്പം നമ്മുടെ ചുറ്റിനും ഉള്ളവർക്ക് തന്നെ ഒരു ഫീല് വരും, ഇത് കൊള്ളാലോ, ഇത്ര അടിപൊളിയായിട്ടുള്ള ആളായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം വരും. ഇനിയും അതുപോലെ തന്നെ വേറെ ഒരു കാര്യമാണ്, നമ്മളെ തന്നെ അപ്രിഷിയേറ്റ് ചെയ്യണം. അപ്രിഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഒരു നല്ല കാര്യം ചെയ്താല് കൊള്ളാം, നീ ഇന്ന് അടിപൊളിയായിരുന്നു, ഇന്ന് ആ ചെയ്ത പരിപാടി ഇഷ്ടപ്പെട്ടു, അത് നല്ല കാര്യമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കണം, അല്ലെ? നമ്മള് ഇപ്പം മറ്റുള്ള ഒരാൾ നമ്മളൊരു നല്ല കാര്യം ചെയ്തു, വേറൊരാള് നമ്മളോട് ഇത് കൊള്ളാം എന്ന് പറയുന്ന ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കി, ഇതെന്താ പറയാത്ത, ഞാൻ ഇത്രയും നല്ല കാര്യം ചെയ്തിട്ട് ഇവിടെ ഒരു മനുഷ്യൻ അനങ്ങുന്നില്ലല്ലോ എന്ന് പറഞ്ഞല്ല ഇരിക്കണ്ടേ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളോട് തന്നെ പറയണം, നീ കൊള്ളാം, അടിപൊളിയാ, ഇങ്ങനെ തോളയിലൊക്കെ തട്ടി പറയണം എന്ന് പറഞ്ഞു നോക്കിക്കേ, നമ്മൾ അടിപൊളിയാന്ന് പറഞ്ഞു നോക്കിക്കേ, അല്ലേ? അപ്പം നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പോ എന്ത് സംഭവിക്കും, നമുക്ക് തന്നെ ഒരു സന്തോഷമാകും, അല്ലെ? നമ്മളോട് നമ്മൾ സംസാരിച്ചാൽ മതി, ബാക്കിയുള്ളവരെ നോക്കി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, ഇങ്ങനെ മറ്റുള്ളവരെ നോക്കി നിൽക്കുന്ന ആൾക്കാരായി പറയുന്നത് എന്താ, ഈ ലോകം മൊത്തം അങ്ങ് മോശം ആൾക്കാരാന്ന്, എന്ത് ചെയ്യാനാ, ജീവിക്കാൻ പറ്റുന്നില്ല, അല്ലെ? ആർസിഎമ്മിന്റെ കാര്യമൊക്കെ സംസാരിക്കുമ്പോ ഇവരൊന്നും പോരാ, ഈ മനുഷ്യരൊന്നും നന്നാവത്തില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊന്നും നന്നായി നോക്കിക്കേ, അല്ലെ? നമ്മള് പറയത്തില്ല, നമ്മൾ എങ്ങനാണോ ലോകത്തിനെ കാണുന്നത് അതുപോലെ ലോകം മനോഹരമായിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ വേറൊരു കാര്യം വേണ്ടെന്ന് വെച്ചാല്, നമ്മൾ 3 കാര്യങ്ങൾ ചെയ്യരുത്. അതാണ് അടുത്ത സെൽഫ് ലവിന് വേണ്ട കാര്യങ്ങൾ. ഒന്ന്, സ്റ്റോപ്പ് കംപ്ലൈനിങ്, സ്റ്റോപ്പ് കമ്പയറിങ്, സ്റ്റോപ്പ് ക്രിട്ടിസൈസിങ്. അതായത് കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാത്തിനും പരാതികളാ, അത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല, അതിന്റെ ഇടയ്ക്ക് ഒരു മഴ എങ്ങാനും പെയ്താൽ ഇന്ന് മഴയാ, ഇന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, അത് പ്രശ്നം, ഇത് പ്രശ്നം, എല്ലാം പ്രശ്നം. ഇങ്ങനെ നമ്മൾ കംപ്ലൈൻ ചെയ്യാതിരിക്കുക. എല്ലാത്തിനും ഒരു കാരണം കാണും. ഈ മഴ പെയ്യുമ്പം അതിനും ഒരു കാരണം കാണും. ഞാനൊക്കെ ആയിരിക്കുമ്പോ ഇതുപോലെ എന്തെങ്കിലും നമ്മൾ അത്യാവശ്യത്തിന് ഇറങ്ങുമായിരിക്കും. അപ്പൊ ഒരു മഴ പെയ്യും. അപ്പം എന്റെ കൂടെ ആണെങ്കിൽ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവർ പറയും, അതിന് എന്തെങ്കിലും കാരണം കാണും. നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന് എന്തെങ്കിലും ഒരു തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അതും നല്ലതിനായിരിക്കും, അല്ലെ? സംഭവിച്ചത് നല്ലത്, സംഭവിക്കാനിരിക്കുന്നത് നല്ലത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലത്. ആ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിൽ കയറണം. നമ്മൾ ഈ കംപ്ലൈന്റ് ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? നമുക്ക് എത്ര നല്ല കാര്യങ്ങളുണ്ട് ഈ ലോകത്ത് കാണാന്. അപ്പൊ നമ്മൾ കംപ്ലൈന്റ് ചെയ്യാതിരിക്കുക, അല്ലെ? അടുത്തത്, കമ്പയർ ചെയ്യാതിരിക്കുക. മറ്റുള്ളവരെ വെച്ച് ഇങ്ങനെ അല്ലെങ്കിലും നമുക്കൊക്കെ ഇങ്ങനെയാണല്ലോ, ആ ഒരു പറച്ചിലുണ്ടല്ലോ. ഇപ്പൊ നമ്മള് സാധാരണ കുട്ടികളുടെ ഉള്ളിലേക്കാണ് ആദ്യം ഇത് കയറ്റുന്നത്. എപ്പോഴാ? ഈ മാതാപിതാക്കൾ പഠിക്കുന്ന കാര്യത്തിൽ വരുമ്പോ. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പം ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താ, നമുക്കൊരു മീനിനെ അതിന് മരം കയറുന്ന കഴിവും വെച്ച് അതിനെ നമ്മൾ അളക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ? മരം കയറുന്നത് കുരങ്ങും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഈ മീനിനെ നമുക്ക് അത് വെച്ചിട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു കഴിവില്ലേ, അത് നീന്തും, അതിനെ പോലെ വെള്ളത്തിൽ കൂടെ നീന്താനും ആ വെള്ളത്തില് വേറൊരു ജീവിക്ക് ഇങ്ങനെ ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഓരോ ജീവികൾക്കും ഓരോ കഴിവുള്ളത് പോലെ ഓരോ മനുഷ്യനും ഓരോ കഴിവുണ്ട്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല, അല്ലെ? നമ്മുടെ തന്നെ ഇപ്പൊ ടീമിൽ പല കഴിവുള്ളവരുണ്ട്. ചിലർക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും, ചിലർക്ക് എന്തായിരിക്കും, ചിലർക്ക് കുക്ക് ചെയ്യാനായിരിക്കും താല്പര്യമുള്ളത്, ചിലർക്ക് ചിലപ്പോൾ ഒരാളോട് ഒരു കാര്യം പറഞ്ഞ് സെയിൽ ചെയ്യാൻ കഴിവുണ്ടായിരിക്കും, ചിലർക്ക് ആൾക്കാരുമായിട്ട് ബന്ധം കാണും, പക്ഷെ ഇവരെ എങ്ങനെ സംസാരിച്ച് പിടിക്കണമെന്ന് അറിയില്ലായിരിക്കും, അല്ലെ? അപ്പൊ നിങ്ങളുടെ കഴിവ് എവിടാണോ ഉള്ളത് അത് ഉപയോഗിച്ച് വേണം നമ്മൾ എല്ലായിടത്തും പ്രവർത്തിക്കാൻ, അല്ലെ? ഇപ്പൊ ആർസിഎമ്മിലാണെങ്കിൽ കൂടി നമുക്ക് അത് പ്രവർത്തിക്കാൻ പറ്റും. ഇപ്പൊ ആർസിഎമ്മിന്റെ വെച്ച് പറയുന്നത്, നമുക്ക് ഏറ്റവും നല്ല ഒരു സാഹചര്യമുണ്ട്, ആ സാഹചര്യത്തെ വെച്ച് പറയുമ്പം നമുക്ക് കൂടുതൽ മനസ്സിലാകുകയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനും പറ്റും. ഇതുപോലെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല പല സ്ഥലങ്ങളുണ്ട്. വീട്ടിൽ നിങ്ങൾ ഒരു രീതിയിലായിരിക്കും പെരുമാറുന്നത്, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക് വേറൊരു രീതിയിലായിരിക്കും, നിങ്ങളെക്കാട്ടിലും മുതിർന്നവരുടെ കൂടെ നിങ്ങൾ വേറെ ഒരു രീതിയിലായിരിക്കും, അല്ലെ? അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ ക്രിട്ടിസൈസിങ് ഒഴിവാക്കുക, അല്ലെ? 3 C പറഞ്ഞ കംപ്ലൈനിങ്, കമ്പയറിങ്, ക്രിട്ടിസൈസിങ്. ഈ ക്രിട്ടിസൈസിങ് എന്ന് വെച്ചാൽ നമുക്ക് നല്ല ക്രിട്ടിസൈസിങ് ഒക്കെ നല്ലതാണ്. എന്ന് വെച്ചാൽ ഈ നമ്മൾ കുറ്റപ്പെടുത്തുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റങ്ങളും കുറവുകളും ഒരുമിച്ച് പറയുമ്പോഴാണ് നല്ല ക്രിറ്റിസിസം ആകുന്നത്. അല്ലാതെ നമ്മൾ നമ്മളെ തന്നെ കുറ്റം പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ എന്റെ ജാതകത്തിന്റെ കുഴപ്പമോ, എനിക്കൊക്കെ പണ്ടേ ഇങ്ങനൊക്കെ തന്നെയാ, അല്ലെ? എന്റെ വീട്ടുകാർക്ക് ഇങ്ങനെ, അപ്പൊ എനിക്ക് ഇങ്ങനൊക്കെ തന്നെ വരത്തുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരു ജാതകവും ഇല്ല, ഒരു ഭാഗ്യവും ഇല്ല, എല്ലാം നമ്മുടെ കാഴ്ചപ്പാട് കൊണ്ട് മാത്രമാണ്, അല്ലെ?
അപ്പം നമ്മൾ എപ്പോഴും നമ്മളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാരും ഇങ്ങനെ ഉള്ളിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഇരിക്കുന്ന ഇരിപ്പിലാണെങ്കിലും നിങ്ങൾ എന്റെ വീഡിയോ കാണുവാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും എന്താ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മളെ കുറിച്ച്. ചിലർ പറയും ഇതിന്റെ അകത്തൊന്നും ഒരു കാര്യമില്ല, ചിലർ പറയും എന്തോ കാര്യമില്ലേ എന്ന് വരെ നമുക്ക് ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മള് ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവ് ആയിട്ടുള്ളത് തലേ കയറും. ഇപ്പൊ ഈ കൊച്ചു കുട്ടികളോട് നമ്മൾ പറയാം നീ നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല. ചില മാതാപിതാക്കള് ദേഷ്യത്തിലൊക്കെ പറഞ്ഞു പോകുന്നതായിരിക്കും, പക്ഷെ ആ കുഞ്ഞിന്റെ മനസ്സിൽ ചിലപ്പോ ആ ഒരു കാര്യമായിരിക്കും കയറുന്നത്. പിന്നെ അവൻ എല്ലാ കാര്യം ചെയ്യുന്നതിന് മുമ്പ് എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ആ ഒരു സംശയം നിലനിൽക്കും. അപ്പം എന്ത് ചെയ്യണം? മാതാപിതാക്കളാണെങ്കിൽ കുട്ടികളെ എപ്പോഴും നിങ്ങൾക്കാണ് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? അതുപോലെ നിങ്ങൾക്ക് എവിടുന്ന ഇനി മോട്ടിവേഷൻ? ഇപ്പൊ പറഞ്ഞു കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന ഞങ്ങൾ എവിടുന്ന മോട്ടിവേഷൻ എടുക്കുന്നത്? അതൊരു ചോദ്യമല്ലേ? അപ്പം ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇപ്പം ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കാം, അല്ലെ? അതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഒരു ജോലിയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രവർത്തന മേഖലയിലേക്ക് എത്തുമ്പോൾ ഈ മോട്ടിവേഷൻ ഒരു ജോലിയിലും കൊടുക്കാറില്ല. കൊടുക്കുവാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കമ്പനിയിൽ, സാധാരണ ഒരു കമ്പനിയിലുണ്ടല്ലോ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എന്തിനാ കൊടുക്കുന്നത്? അവർക്ക് അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ RCMൽ കൊടുക്കുന്ന മോട്ടിവേഷൻ എന്താ? നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ ആണ് തരുന്നത്, അല്ലെ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കുന്നത്. അതാണ് RCMന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അല്ലെ? നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും സ്വയം ആദ്യം നിങ്ങൾ നിങ്ങളിലേക്ക് ആദ്യം എടുക്കുക. നമ്മൾ എപ്പോഴും എന്താ, നമ്മൾ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക, നിങ്ങൾ എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പം നമ്മളെ സ്വയം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RCMം എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് വേണം. നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് ഞാൻ അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒന്നും എപ്പോഴും നടക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു നിമിഷം നമ്മുടെ ആ കൊള്ളേണ്ടടുത്ത് ഒരാൾ ഒരു കല്ലെടുത്ത് എറിഞ്ഞാല് നമുക്കൊന്ന് വേദനിക്കും, അല്ലെ? അപ്പൊ നമ്മള് അവിടെ തളർന്നു പോകരുത്. അങ്ങനെ തളർന്നു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ലീഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അല്ലെ? നമ്മുടെ RCMൽ എന്ന് പറയുന്ന എങ്ങനത്തെ ലീഡേഴ്സാ? ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, അപ്ലൈൻ എന്നാണ് നമ്മൾ പറയുന്നത് RCMലെ ലീഡേഴ്സ്, അല്ലെ? കെയറിങ്, അപ്ലൈൻ. കെയറിങ് എന്നുള്ള വാക്ക് അവിടെ എടുത്തു പറയണം. അതായത് ഒരു അമ്മയും അച്ഛനും എങ്ങനെയാണോ കുട്ടികൾക്ക് പോകേണ്ട വഴി പറഞ്ഞു കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഒരു ലീഡർ ഇതെല്ലാം പറഞ്ഞു കൊടുക്കും, അല്ലെ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ലീഡർ ഉണ്ടെങ്കിൽ ആ ലീഡറിനോട് പോയി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊന്ന് സംസാരിക്കാം. ഇന്ന് ഇങ്ങനെ ഉണ്ടായി സാർ, അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എനിക്ക് എന്തോ അതൊരു വിഷമം ഉണ്ടാക്കി എന്ന് പറയുമ്പം ആ ലീഡറിന് നിങ്ങളെ നേരായിട്ടുള്ള വഴിയിൽ നടത്താനും നിങ്ങളുടെ ആ മോട്ടിവേഷൻ, ആ പോയ കാര്യം നിങ്ങൾക്ക് തിരിച്ച് തരാനും സാധിക്കും. പക്ഷെ നിങ്ങൾ പറയണം. അവിടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ സംസാരിക്കണം, അല്ലെ? നമ്മൾ ആരോടാണെങ്കിലും എന്തെങ്കിലും ഒരു വീഴ്ച നമ്മുടെ ഇതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കണം. ഇപ്പോഴത്തെ ഈ ലോകത്ത് തന്നെ എത്ര പേരാണ് ഓരോ ആത്മഹത്യ അത് ഇതെന്നൊക്കെ പറഞ്ഞു പോകുന്നത്? ഇത് സംസാരിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണോ? നമ്മൾ സംസാരിക്കണം. നമ്മുടെ ചുറ്റിനും നമ്മുടെ മാതാപിതാക്കളും കുട്ടികളും, ഇപ്പൊ പ്രായമായവര് തന്നെ കുട്ടികളോട്, നിങ്ങളുടെ കുട്ടികൾ ഒരു വയസ്സ് നല്ല പ്രായമായ ഒരു 10-20 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവരോട് നിങ്ങൾക്ക് സംസാരിക്കാം. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. നിങ്ങൾ ഇപ്പോഴും അവര് കുട്ടികളല്ലേ, അവർക്ക് എന്റെ പ്രശ്നങ്ങളൊക്കെ അവൾക്ക് എങ്ങനെ മനസ്സിലാവാനാ എന്നോർത്തുകൊണ്ടിരിക്കരുത്. അവർക്ക് ചിലപ്പോൾ നിങ്ങളെക്കാട്ടിലും നല്ല സൊല്യൂഷൻസ് ഓരോ പ്രശ്നങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും, അല്ലെ? അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. RCMൽ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ലീഡേഴ്സുമായിട്ട് സംസാരിക്കണം. ലീഡേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടിയ പാഠങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, അല്ലെ? ഇനി അടുത്തെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ, നമ്മുടെ ഭക്ഷണം, വെള്ളം കുടിക്കുക, നമ്മൾ എക്സസൈസ് ചെയ്യുക. ഇത് RCMൽ എപ്പോഴും നമ്മൾ പറയുന്നത്. വേറെ ഏതെങ്കിലും ഒരു ജോലിക്ക് പോയാൽ നമ്മളോട് ആരെങ്കിലും ഇത് പറയോ? പറ്റുന്ന എത്ര പണി എടുത്തോണം എന്നേ എല്ലാരും പറയത്തുള്ളൂ. മാക്സിമം വർക്ക് ചെയ്യുക, അല്ലെ? വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് തന്നെ ആൾക്കാരെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അവരുടെ ഉറക്കവും നശിപ്പിച്ച് ഭക്ഷണവും കഴിക്കുന്നില്ല, പിന്നെ അവരെ ഒരു അസുഖത്തിലേക്ക് തള്ളി വിട്ട് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല. ചിലപ്പോൾ പൈസ ഇഷ്ടം പോലെ കാണുമായിരിക്കും, പക്ഷെ അസുഖങ്ങൾ മാത്രമായിരിക്കും അവസാനമുള്ളത്. പക്ഷെ RCMൽ ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മളോട് പറയുന്നത് എന്താ? നല്ല ആഹാരം കഴിക്കുക. ആ ആഹാരം നമ്മുടെ മുന്നിൽ കൊണ്ട് തരുന്നുണ്ട്, അല്ലെ? നമുക്ക് ഇത്രയും നല്ല ആഹാരം വേറെ എവിടെ കിട്ടും? ആ സാധനം എവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്, എന്തുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു, എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് നമുക്ക് പോയി കാണാം, അല്ലെ? അവിടെ ചെന്നാലും നമുക്ക് കാണാം. ഇങ്ങനെ ഏത് കമ്പനിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്? അതും നമുക്ക് പറ്റുന്ന വിലയില്, ന്യായമായിട്ടുള്ള വിലയിൽ നമുക്ക് ആ സാധനം കിട്ടുന്നുണ്ട്.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ആർസിമിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭക്ഷണം നല്ലപോലെ കഴിക്കണം, വെള്ളം കുടിക്കണം, അതുപോലെ തന്നെ എക്സസൈസ് നിർബന്ധമാണ്. നമ്മളിപ്പം അമ്മമാർക്കൊക്കെയാണ് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ അവര് തന്നെ ആ വീട്ടിൽ തന്നെ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നടക്കാൻ വേണ്ടിയിട്ടൊന്ന് നടക്കാനൊക്കെ ഇറങ്ങാം അല്ലെ. അതിന് വീട്ടിലുള്ള ഇപ്പൊ കുട്ടികളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയും വിളിച്ചുകൊണ്ട് പോകണം. കാരണം സ്ത്രീകളും എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കണം. അവർക്കാണ് ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് കാണുന്നത് അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ എപ്പോഴും ചെയ്യണം. ഇനി അടുത്തയാണ് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. എന്താണ് ഇപ്പൊ നടക്കുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. നമ്മൾ പണ്ടങ്ങാണ്ട് നടന്ന അല്ലെങ്കിൽ പണ്ടങ്ങാണ്ട് എന്നെ ആരാണ്ട് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വിഷമം വന്നുകൊണ്ട് എന്നോട് അല്ലെങ്കിലും പണ്ട് മുതലേ ആൾക്കാരൊക്കെ ഇങ്ങനൊക്കെ തന്നെയാ, അന്ന് ആ ആള് പറഞ്ഞത് ശരിയായി, ഇപ്പതേ ഞാൻ ഇങ്ങനൊക്കെ ആയിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഭാവിയെ കുറിച്ച് ഓർത്ത് ഞാൻ ഇങ്ങനെ ചെയ്താലേ എന്ത് ചിന്തിക്കും, ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് അവരൊട്ടും പ്രതീക്ഷിക്കത്തില്ലായിരിക്കും, വേണ്ട അതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ ഇപ്പോഴത്തേക്ക് ജീവിക്കുക, എന്താണോ ഇപ്പൊ ചെയ്യേണ്ടത് അതങ്ങ് ചെയ്തു പോവാ. അതുപോലെ തന്നെ നോ പറയേണ്ടത് നോ പറയണം. ചിലരൊക്കെ നമ്മളെ ഇങ്ങനെ ഉപയോഗിക്കുന്നത്, അത് ചിലപ്പോ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കും. ഒരു സമയത്ത് നമ്മളെ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മളെ ഒന്നും കൊള്ളാത്ത രീതിയിൽ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാവർക്കും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് എന്റെ വീട്, എന്റെ ഈ ജോലി ഇതൊക്കെ കഴിഞ്ഞിട്ടേ എനിക്ക് ബാക്കി കാര്യങ്ങളുള്ളൂ. അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കാര്യത്തിലൊക്കെ ഇടപെടാം, പിന്നെ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു തീരുമാനം വേണം, ഒരു ദൃഢനിശ്ചയം വേണം. അതാണ് ശരിക്കും കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാൻ മറന്നു പോകുന്നത്. കുട്ടികളാണെങ്കിൽ ഇപ്പം നമുക്കറിയാം, ആൺകുട്ടികളൊക്കെ കൂട്ടുകാരുടെ പ്രഷർ കൊണ്ടാണ് ഈ മദ്യമൊക്കെ ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത്. നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഒന്നുമില്ല, ഇതൊന്നും ഒരു സിപ്പ് എടുത്താൽ മതി, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ ഓർക്കാം, ശരിയാ അവൻ പറഞ്ഞല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാൽ എന്നാ തന്നേക്ക് എന്നങ്ങ് പറയും. ഇങ്ങനെ പറയിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് വഴങ്ങി കൊടുക്കരുത്. നമുക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം അല്ലെ. ആ ബൗണ്ടറിക്ക് അപ്പുറം ആരും വരരുത്. നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് നമ്മുടെ എപ്പോഴും നന്മ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ളവരും ഒക്കെയാണ് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവര്. അവരെ നമ്മൾ എപ്പോഴും നമ്മളോട് ചേർത്ത് വെക്കുകയും ബാക്കിയുള്ളവർക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുകയും വേണം. നമ്മൾ സെൽഫ് ലവിന് വേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുമ്പം ആർസിമിലെ നമ്മുടെ ലീഡേഴ്സിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവർക്ക് ഈ സെൽഫ് ലവും സെൽഫ് കോൺഫിഡൻസും ഉള്ളത് കൊണ്ടല്ലേ ഇന്ന് RCM ഈ കേരളത്തിലെ ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ട് നിൽക്കുന്നത്. TCGക്ക് സ്വയം തന്നിൽ തന്നെ ഒരു വിശ്വാസവും തന്നിൽ തന്നെ താൻ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഇപ്പൊ RCM ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് അല്ലെ. നമ്മൾ ഒരു കാര്യം എത്രത്തോളം ഇഷ്ടത്തോടെ ചെയ്യുന്നോ അത് അത്രത്തോളം മനോഹരമായിട്ട് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അങ്ങനെ തന്നെയാണ് അല്ലെ. ഇപ്പം അമ്മമാര് തന്നെ പാചകം ചെയ്യുവാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണെങ്കിൽ ആ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആ കറിക്കായിരിക്കും. ഹോട്ടലിൽ പോയിട്ട് ഈ കറിയോ, അല്ലെങ്കിൽ ഇപ്പം ഞാനൊക്കെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, അവിടുത്തെ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അല്ലെ. അപ്പം അതിലിങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്ന ചേരുവയാണോ ഈ സന്തോഷം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത്? അല്ല, അതൊക്കെ നമ്മൾ ചെയ്യുന്ന ആൾക്ക് വരേണ്ട കാര്യങ്ങളാണ്. ഇതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും ഇപ്പൊ RCMിലാണെങ്കിൽ തന്നെ മീറ്റിങ്ങുകൾ നമ്മൾ കൂടുമ്പോഴും ആൾക്കാരെ കണ്ട് സംസാരിക്കുമ്പോഴും ചിരിക്കണം. ചിരിക്കുക എന്ന് പറയുന്നത് ദൈവം ഫ്രീ ആയിട്ട് തന്നേക്കുന്ന സാധനമല്ലേ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമുക്ക്? നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടതോ കടം പറയേണ്ട ഒരു കാര്യമല്ല. അപ്പൊ ചിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. നമ്മളെ ഏറ്റവും മനോഹരമാക്കുന്ന, ഒരാൾക്ക് സൗന്ദര്യം വരാനുള്ള ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് പറയുക, ചിരിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇപ്പൊ ഈ വീഡിയോ ഓൺ ആക്കി ഇരിക്കുന്നവരൊന്ന് ചിരിച്ചാല് അടിപൊളിയാണ്, എല്ലാരും അടിപൊളിയായിട്ട് ഇരിക്കണം. അപ്പം ഇതിനാണ് നമ്മൾ പറയുന്നത് സെൽഫ് ലവ് വേണം, നമുക്ക് സെൽഫ് കോൺഫിഡൻസ്. ഇങ്ങനെയാണ് നമ്മൾ ആത്മവിശ്വാസത്തെ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത്. ഒരാളുടെ മുമ്പിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പറ്റണം അല്ലെ. അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ നല്ല രീതിയിൽ പ്രസന്റബിൾ ആക്കുക. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നല്ല വൃത്തിയുള്ള ഒരു വസ്ത്രം ധരിച്ചാൽ മതി. വലിയ കോട്ടും സൂട്ടും ഇട്ടവർക്ക് മാത്രമല്ല, നല്ലൊരു വസ്ത്രം ധരിച്ചവർക്കും അല്ലെ, നല്ലൊരു ചിരി മുഖത്തുള്ളവർക്കും എല്ലാം തന്നെ ഈ സെൽഫ് കോൺഫിഡൻസ് കാണും. ഇത് ഒറ്റ ദിവസം കൊണ്ട് വരുന്നതല്ല, അതെല്ലാവരും ചിന്തിക്കണം. നിങ്ങൾ ഓർക്കും ഇന്ന് തൊട്ട് ഞാൻ അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് 7 മണി കഴിഞ്ഞ് 8 മണി ആകുമ്പോഴത്തേക്ക് എല്ലാവരും സെൽഫ് കോൺഫിഡൻസ് സെൽഫ് ലവ് എല്ലാം പോകും. അങ്ങനല്ല. നിങ്ങൾ എല്ലാവരും ഇപ്പം ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യം ആരുടെങ്കിലും ഒക്കെ ജീവിതത്തിൽ എവിടെങ്കിലും ഒക്കെ ഒന്ന് കൊണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വേണമെന്ന ആഗ്രഹമുള്ളവര്
അത് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ. നമുക്ക് പറഞ്ഞ് ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ടല്ല. അപ്പൊ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അത് പ്രാവർത്തികമാക്കുന്നിടത്താണ് ചേഞ്ച്, ആ മാറ്റത്തിലാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള കാര്യം അല്ലെ. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓക്കെയാണ് അല്ലെ. അല്ലെങ്കിൽ എനിക്ക് അത് മതി, ഞാൻ ഇപ്പം എന്നെ കുറിച്ച് കമന്റ് പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ വീഡിയോ ഓൺ ആക്കിയിരിക്കുന്ന എല്ലാവരും ഉണ്ട്, അവരുടെ മുഖമൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പം അങ്ങനെ ഉള്ള കാര്യത്തിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ജീവിതത്തിൽ, ഒരു ചെറിയ മാറ്റം വീട്ടിലാണെങ്കിലും ഇന്ന് കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് ഇച്ചിരി ഒരു 10 മിനിറ്റ് നിന്നാലോ ഒരു മിനിറ്റ് കൂടുതൽ നിന്നാലോ സന്തോഷമുണ്ട്. കാരണം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. അപ്പം ഈ ചുറ്റിനുള്ള ലോകവും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കും അല്ലെ. അപ്പം RCM വന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയണം എന്നാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് അല്ലെ. ഓരോ മീറ്റിങ്ങുകളായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും നമ്മൾ ഈ ഓരോ കാര്യങ്ങളാ, ആരോഗ്യം വേണം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രവർത്തിക്കണം എന്നെല്ലാം നമ്മൾ പറയുന്നത്, ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പം RCM എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യുകയും നമ്മൾ RCM പ്രവർത്തിച്ചുകൊണ്ട് തന്നെ നമ്മളെ വളർത്തിയെടുക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം നമുക്ക് നമ്മളോട് തന്നെയുള്ള റിലേഷൻ അല്ലെ, ഞാൻ എന്നോട് തന്നെയുള്ള റിലേഷൻ ശരിയാക്കിയാൽ ഞാനും ലോകവും തമ്മിലുള്ള റിലേഷൻ ഏറ്റവും നല്ലതാകും അല്ലെ. നമ്മള് ഏറ്റവും മനോഹരമായിട്ട് ഒരുങ്ങി നടക്കുകയും ആരോഗ്യത്തോടെ നടന്നാല് എനിക്ക് ഈ ലോകത്തെ കാണുമ്പോഴും എനിക്ക് നല്ലത് തോന്നും, ആൾക്കാർക്ക് എന്നെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും അല്ലെ, ഒരു പോസിറ്റീവ് എനർജി തോന്നും. ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിലും. അപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. എത്ര പ്രായമായാലും എത്ര കൊച്ചുകുട്ടിയായാലും ഏതൊക്കെ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. ഇടയ്ക്കൊക്കെ തന്നെ ഒന്ന് പാട്ട് പാടാൻ തോന്നിയാൽ ഇരുന്ന് പാടുക, ഒന്ന് സംസാരിക്കണം. എനിക്ക് കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് സംസാരിക്കണം. ഇനി ഡാൻസ് ഒക്കെ പണ്ട് പഠിച്ചവരാ, ഒന്ന് ഡാൻസ് കളിച്ചു പോകണമെങ്കിൽ ഒന്ന് കളിക്കണം അല്ലെ. നമ്മുടെ ഇപ്പം ഓണപരിപാടിയൊക്കെ ആയിട്ട് RCM ഓണപരിപാടിയൊക്കെ നടക്കാൻ പോവാണ് അടുത്ത ആഴ്ചകളിലൊക്കെ ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യണം. ഇതുപോലത്തെ അവസരങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക, നിങ്ങളൊന്ന് ചെയ്താൽ മതി. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കുക. നന്ദി, നമസ്കാരം.